എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചൗ തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതിനായി നമ്മളിവിടെ 1 കിലോ ചൗ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പപ്പായ പോലെയുള്ള ഒരു വെജിറ്റബിളാണ്. ഇതിൻ്റെ തൊലിയൊന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. തൊലി കളയുമ്പോൾ ഒരു കറയുണ്ട്, അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സീഡ് ഉണ്ട്, അത് നമുക്ക് കളയാം. ഇനി നമുക്കിത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചൗ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, നാളികേരം. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്, അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തു. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് കടുകിട്ടു. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നതിന് ശേഷം നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ അതിലേക്ക് ഇടാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് വേവുന്നതിനായി കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൗ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം കിട്ടും. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചൗ തോരൻ വെള്ളമെല്ലാം വറ്റി പാകത്തിനായിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചൗ. നമുക്ക് ആവശ്യമായ വിറ്റമിൻസ്, മിനറൽസ്, ഫൈബർ എല്ലാം ഇതിൽ ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസും ഇതിലുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.